വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു, ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ രണ്ടുപേരെ എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നതാണ്. നിവേദനം നൽകി. സതീശൻ ഈ പറഞ്ഞത് ശരിയാണ്. അയാൾ കേരളത്തിന്റെ മൊത്തം മുഖ്യമന്ത്രിയാണ്. പൊതുവിൽ കേരളത്തിലെ ഈ അംഗീകരിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ അനുമതി കൊടുക്കണം. അതാണ് അതിൻ്റെ രീതി, തർക്കമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട് സതീഷ, എല്ലാവരെയും കാണാൻ അനുമതി കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം പാർട്ടിയുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടി കാണാൻ അനുമതി കൊടുക്കേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയുള്ള PM നിയാസ് ഒരു ആവശ്യം ഉന്നയിച്ച് നിങ്ങളെ കാണാൻ സമയം ചോദിച്ചപ്പോൾ നിങ്ങൾ അനുവദിച്ചില്ല. എന്താ കാരണം? ഈ പറയുന്ന സംഘപരിവാറുകാരായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരായിട്ടുള്ള അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള വിശകല അടക്കമുള്ള അല്ലെങ്കിൽ RV ബാബു അടക്കമുള്ള എല്ലാ നേതാക്കളെയും കാണാൻ ഒരു പ്രയാസവും സതീഷിനില്ല. പക്ഷേ സ്വന്തം പാർട്ടിയുടെ ഏറ്റവും കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സ്വന്തം പാർട്ടിക്കാരോടായിരിക്കും, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരോട്. അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പകരം ഈ പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ കാണാൻ ഒരു പ്രയാസവുമില്ല. ഇതാണ് കുഴപ്പം. എന്തായിരുന്നു PM നിയാസ് ഉന്നയിച്ച ആരോപണം? അദ്ദേഹം സംസാരിക്കാൻ വന്ന പ്രശ്നം എന്തായിരുന്നു? സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരു സംഘപരിവാറുകാരനെ നിയമിക്കുന്നു, N ശേഷാദ്രിനാഥ്. ഈ PM നിയാസിനെ നേരിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സീനിയറായി പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനോടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മനസ്സിലായ കാര്യമാണ് അദ്ദേഹം കറകളഞ്ഞ സംഖ്യയാണെന്ന്. അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഈ പറയുന്ന ശേഷാദ്രിനാഥനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും വളരെ കൃത്യമായിട്ട് PM നിയാസ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? PM നിയാസ് പറഞ്ഞത്, ശേഷാദ്രിനാഥ് സംഘപരിവാറുകാരനായതുകൊണ്ട് ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡല പുനർനിർണയം, ഡീലിമിറ്റേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് BJPക്ക് ജയിക്കാൻ പാകത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കും. അത് സംസ്ഥാനത്ത് BJPക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് അത്തരത്തിൽ വളരെ സെൻസിറ്റീവായ ഇത്തരം പോസ്റ്റുകളിൽ ഇത്തരം കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകളെ നിയമിക്കരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. ഈ സമയം കൊണ്ട് തന്നെ ഈ ശേഷാദ്രിനാഥും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പോസ്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ സോഷ്യൽ മീഡിയ, ഈ സംഘപരിവാറിന് അനുകൂലമായി പറഞ്ഞ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ റിമൂവ് ചെയ്തു. ഞാനും നോക്കി ഇയാളുടെ ഈ പറയുന്ന വസ്തുതയാണോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പേജില്ല. ഇനി പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. പഴയ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇയാളുടെ ഭാര്യയുടെ പേരിലതും ഡിലീറ്റ് ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് PM നിയാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ PM നിയാസ് ആരോപിച്ചത്. എന്നാൽ ആ ഗുരുതരമായ ആരോപണത്തിന് ചെവി കൊടുക്കാൻ ആര് തയ്യാറായില്ല? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. കൂടാതെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രസ്തുത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? KM ഷാജിയാണ്. വർഗീയതക്കെതിരെ വല്ലാണ്ട് പോരാടുന്ന, വല്ലാണ്ട് സംസാരിക്കുന്ന, തീവ്രമായി സംസാരിക്കുന്ന ആളാണ് KM ഷാജി. മൂപ്പരും ഇത് കൈയൊഴിഞ്ഞു. ഇതിലൊരു കുഴപ്പവുമില്ല. ഒരാളുടെ മതം നോക്കിയിട്ടാണോ? മതമല്ല PM നിയാസ് പറഞ്ഞത്. PM നിയാസ് അയാളൊരു ഹിന്ദു ആയതുകൊണ്ട് അയാളെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല, അയാൾ സംഘിയാണെന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. പക്ഷേ PM നിയാസിൻ്റെ ഈ ആരോപണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനോ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ VD സതീശൻ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട്, മുഴുവൻ ആളുകളുടെയും പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ഒരു പച്ച നുണയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിഷം വർജിക്കുന്ന, വർഗീയ വിഷം തുപ്പുന്ന രണ്ടാളുകളെ, RV ബാബു, ശശികല. ഇപ്പോൾ RV ബാബുവിനെതിരെ കേസുണ്ട്. എന്താ കേസ്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സംസ്ഥയുടെ നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടക്കം മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയപരമായ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ, അത്രയും രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് കേസ്. ആ കേസൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കാണാൻ ഒരു മടിയും കാണിക്കാതിരുന്നത്. അതേസമയത്ത് സ്വന്തം പാർട്ടിക്കാരൻ സംഘപരിവാറുകാരനെ നിയമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ അയാളെ കാണാൻ അനുവദിക്കുന്നില്ല. അതേസമയത്ത് സതീശൻ ആദ്യം നിയമിച്ചത് ആരെയാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് വലിയ കൗതുകം. അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് മുൻപ് സംസ്ഥാനത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന രത്തൻ യു കേൽക്കറയാണ്. രത്തൻ യു കേൽക്കറയുടെ സമയത്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഫീസിനകത്ത് പോയ കത്തിൽ BJPയുടെ സീല് പതിഞ്ഞത്. അതൊരു
ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ആളാണ് രത്തൻ യു കേൽക്കർ. അയാളുടെ രാഷ്ട്രീയം പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ആ രത്തൻ യു കേൽക്കറെയാണ് സ്വന്തം ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. സംസ്ഥാനത്ത് വേറെ ആരും കിട്ടാത്ത പോലെ സ്വന്തം ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. സതീഷിനെ സംബന്ധിച്ചിടത്തോളം ചില താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മംഗലാപുരം യാത്ര, ആ യാത്രയിൽ അദ്ദേഹം ഉപയോഗിച്ച ചാർട്ടേഡ് വിമാനം, അതിൻ്റെ പണം കൊടുത്തത് ആരെന്നുള്ളത് കാര്യം, അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുടെ കാര്യം, ഇവിടുത്തെ കോൺഗ്രസോ സംസ്ഥാനത്തിനകത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാരോ കർണാടകയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അറിയാതെയുള്ള യാത്രയിൽ അദ്ദേഹം പോയി കണ്ടത് രണ്ട് വിഭാഗത്തെയാണ്. ഒന്ന് ഈ NDAയുടെ നേതാക്കളെ, മറ്റൊന്ന് ഈ അദാനിയുടെ പ്രതിനിധിയെ. കച്ചവടം ഉറപ്പിച്ചാണ് സതീശൻ തിരിച്ചു വന്ന് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു വകുപ്പാണ് പോർട്ടിൻ്റെ വകുപ്പ്, തുറമുഖ വകുപ്പ്. ആ വകുപ്പിൽ കയറിയ ഉടനെ മൂപ്പര് ചെയ്ത പണി എന്താണ്? കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ശബരിനാഥിൻ്റെ ഭാര്യ, മൂപ്പരുടെ ഒക്കെ രാഷ്ട്രീയ ഗുരു എന്ന് അവകാശപ്പെടുന്ന ഈ G. കാർത്തികേയൻ്റെ മരുമകൾ കൂടിയായിട്ടുള്ള ഈ ദിവ്യ S. അയ്യർ, അവരായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ പോർട്ടിൻ്റെ MD ആയിട്ട് ചുമതല വഹിച്ചിരുന്നത്. അവരാ ചുമതല കൃത്യമായി വഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് മാധ്യമങ്ങളോട് പുറത്തു വന്നത്. 16 തവണയാണ് ഈ പോർട്ടിൻ്റെ ചുമതലയുള്ള ദിവ്യ S. അയ്യർ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് നോട്ടീസ് അയച്ചത്. എന്തിൻ്റെ പേരിൽ? വയലേഷൻ, അതായത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിന്, ഈ കരാറിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തതിന് 16 തവണ നോട്ടീസ് അയക്കുകയും 15 കോടി രൂപ പിഴയിടുകയും ചെയ്ത ആ ദിവ്യ S. അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടാണ് പകരം ഈ പറയുന്ന രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന BJPയുടെ സീല് പതിച്ച ലെറ്റർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചു കൊടുത്തതിൽ ന്യായീകരണം നടത്തിയ ഒരാളെ പിടിച്ചിട്ട് ആ ചുമതല കൂടി ഏൽപ്പിക്കുന്നത്. സതീഷിൻ്റെ രാഷ്ട്രീയം കൃത്യമാണ്. ഇത് മനസ്സിലാക്കാൻ സതീഷിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സതീശൻ ഈ 2 ചുമതലകൾ മാത്രമല്ല മാറ്റിയത്, സംഘപരിവാറുകാരെ നിരന്തരം, ഇപ്പോൾ ഏറ്റവും അവസാനം പ്ലീഡർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണോ? പ്ലീഡർമാരെ ഈ നിയമിക്കുന്ന സംഘപരിവാറുകാരായിട്ടുള്ള RSSകാരായിട്ടുള്ള പ്ലീഡർമാരെ, വക്കീലന്മാരെ ഈ പ്ലീഡർ സ്ഥാനത്തേക്ക്, സർക്കാർ പ്ലീഡർ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ ചോദ്യം ചെയ്തത് KSU, അതായത് KSUവിൻ്റെ ഈ ലോയേഴ്സ് യൂണിയൻ അടക്കമുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ്, ഇതിലൊന്നും KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി ഇടപെടേണ്ട എന്നുള്ള വളരെ ലാഘവത്തോടു കൂടിയുള്ള മറുപടിയാണ് സതീശൻ പറഞ്ഞത്. വെള്ളം കോരാനും വിറക് വെട്ടാനും ഞങ്ങൾ വേണം, പക്ഷേ ഇങ്ങനെയുള്ള നിയമനങ്ങൾ വരുമ്പോൾ ആലോചിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല നേതാക്കൾ. തിരുവനന്തപുരം ലോ കോളേജ് കമ്മിറ്റി അബിൻ വർക്കി MLA ഉൾപ്പെടെ അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഇതിൽ നിന്നും വളരെ കൃത്യമാണ് സതീശൻ സംഘപരിവാറുകാരുമായി ചില എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഈ കസേരയിൽ കയറിയിരിക്കുന്നത്. സംഘപരിവാറിന് വേണ്ടി ഭരണം നടത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം നിലനിർത്താൻ സുഗതൻ എന്ന് പറയുന്ന 19 കേസുകളിലെ കാപ്പ പ്രതിയായിട്ടുള്ള ഒരാളെ, കൊലപാതക കേസിലടക്കം 19 കേസിലെ കാപ്പ പ്രതി ആയിട്ടുള്ള ഒരാളെ ഈ സത്യപ്രതിജ്ഞ ചെയ്യാനും വിയ്യൂർ സെൻട്രൽ ജയിലിൽ അവസരം ഒരുക്കി കൊടുത്തൊരു സർക്കാരാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള കാപ്പ കേസ് പ്രതിക്ക് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം മറ്റൊരു സർക്കാരും ഒരുക്കിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു 30-35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നു. ഇപ്പോൾ ഈ BJPക്കാർ പോലും അന്തം വിടുന്ന രീതിയിലാണ്. വെറും 3 സീറ്റ് കിട്ടിയപ്പോൾ വളരെ സുന്ദരമായി BJPക്ക് വേണ്ടി സതീശൻ ഭരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശനോട് ആവർത്തിച്ച് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണിക്കണം. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.